പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കേസ് ഇഴഞ്ഞു നീങ്ങിയത് ഉന്നതരുടെ ഇടപെടൽ മൂലമെന്ന് ആരോപണം. ദുർമന്ത്രവാദത്തിലൂടെ ലഭിക്കുന്ന പണം ജിന്നുമ്മ ആഡംബര വീട് നിർമ്മിക്കുന്നതിനുൾപ്പെടെ ചിലവഴിച്ചതായുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ഇതിനിടെ ബാക്കി സ്വർണം കൂടി കണ്ടെത്തുന്നതിനും മറ്റ് തെളിവെടുപ്പുകൾക്കുമായി ജിന്നുമ്മയെയും കൂട്ടുപ്രതികളെയും വീണ്ടും കസ്റ്റഡിയിൽ വിട്ടുകിട്ടുവാൻ കോടതിയിൽ അപേക്ഷ നൽകുവാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. കരുതലിന്റെ കാവൽ ഇനി ഇവിടെ. വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കാസർഗോഡ്. ഗഫൂർ ഹാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പിടിയിലായ ജിന്നുമ്മ എന്ന ഷെമീനയ്ക്കും ഭർത്താവ് ഉബൈസിനും ഉന്നതരുമായി ബന്ധമുണ്ട് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ദുർമന്ത്രവാദത്തിലൂടെയും തട്ടിപ്പിലൂടെയും ലഭിക്കുന്ന തുക ഉപയോഗിച്ച് കൊട്ടാര സദൃശ്യമായ വീട് നിർമ്മിച്ചതായും പണമുപയോഗിച്ച് ആഡംബര ജീവിതം നയിച്ചതായുമുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. വീട്ടിൽ പല പ്രമുഖർ എത്താറുണ്ടെന്നും ജിന്നുമ്മയ്ക്ക് വ്യവസായികളും രാഷ്ട്രീയ നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടെന്നും പരിസരവാസികൾ നൽകുന്ന വിവരങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഇതിനിടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ജിന്നുമ്മയുടെ വീട് സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. കളനാട് ഒരു പള്ളി ഉദ്ഘാടനത്തിനെത്തി തിരിച്ചു പോകുമ്പോൾ ഇവിടെ ഹ്രസ്വ സന്ദർശനം നടത്തിയെന്നാണ് ഇതിൽ ബന്ധപ്പെട്ടവർ നൽകുന്ന വിശദീകരണം. പ്രസ്ഥാനവുമായി സഹകരിക്കുന്ന ചിലർ ആവശ്യപ്പെട്ടത് പ്രകാരമായിരുന്നു സന്ദർശനമെന്നും മറ്റ് വ്യാഖ്യാനങ്ങൾ കണ്ടെത്തേണ്ടതില്ലെന്നും AP വിഭാഗം സമസ്ത വ്യക്തമാക്കിയിട്ടുണ്ട്. ഗഫൂർ ഹാജിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിന്റെ തെളിവെടുപ്പിനിടെ അന്വേഷണ സംഘം 113 പവൻ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. കാസർഗോട്ടെ 3 ജ്വല്ലറികളിൽ നിന്നും ചട്ടഞ്ചാലിനടുത്തെ സഹകരണ സ്ഥാപനത്തിൽ നിന്നുമാണ് സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുത്തത്. ഗഫൂർ ഹാജിയിൽ നിന്നും 596 പവനാണ് മന്ത്രവാദ സംഘം തട്ടിയെടുത്തത്. അതേസമയം അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന DCRB DYSP KJ ജോൺസൺ മറ്റൊരു കൊലപാതക കേസിന്റെ വിചാരണയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്താണുള്ളത്. അദ്ദേഹം തിരിച്ചെത്തിയ ശേഷം കൂടുതൽ തെളിവെടുപ്പിനായി 4 പ്രതികളെയും വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടുവാൻ കോടതിയെ സമീപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.